ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 9-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം മുതൽ പറയുന്നു. മായാമനസൃജതി കർമ്മമയം ബലീയ കാലേന ചോദിത ഗുണാനുമതേന പുംസഃ ഛന്ദോമയം യദജയാത് അജയാർപ്പിത ഷോഡശാരം സംസാരചക്രമജഗോദിതരേ ത്വധന്യാം മായാമനസൃജതി കർമ്മമയം ബലീയഃ കാലേന ചോദിത ഗുണാനുമതേന പുംസഃ ഛന്ദോമയം യദ ഷോഡശാരം സംസാരചക്രമജ കോതിതരേ ത്വധന്യാം. സ്തുതിയാണ് എല്ലാം. സത്വം ഹി നിത്യവിജിതാത്മഗുണസ്വധാംന കാലോ വശീകൃത വിസൃജ്യ വിസർഗശക്തി ചക്രേ വിസൃഷ്ടമജയേശ്വര ഷോഡശാരേ നിഷ്പീഡ്യമാനമുപകർഷ വിഭോ പ്രപന്നം. ഈ മായാബന്ധം കൊണ്ട് കർത്തൃത്വാദി ഭാവങ്ങൾ കൊണ്ടും എനിക്ക് ഒരുപാട് അവശതകളുണ്ട്. ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കും എന്നുള്ള ആക്ഷേപത്തെ പരിഹരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവത്തിൻ്റേതും സർവ്വതും നിയന്ത്രിക്കുന്നവനും സർവത്തിനും സമർത്ഥനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, സർവേശ്വര, അങ്ങയുടെ സ്വരൂപമായ ചിത്ത കൊണ്ടുള്ള മനസ്സുകൊണ്ടുള്ള ശക്തിയാൽ എന്നും വിജയിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിയോട് കൂടിയവനായ അങ്ങയ്ക്ക് കർമ്മങ്ങളൊന്നും കർത്തൃഭാവവും ബന്ധനമാകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കർമ്മത്തിന് ബന്ധിതരാകും. കർമ്മത്താൽ ബന്ധപ്പെടും. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ടു. കിട്ടാതെ വരുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം കാണാതെ വരുമ്പോൾ നമുക്ക് സങ്കടം വരും. അതുകൊണ്ടത് കർമ്മവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കർത്തൃത്വം, ഭോക്തൃത്വം. ഉപയോഗിക്കുന്നവനും അത് ചെയ്തു കൊടുക്കുന്നവനും രണ്ടുപേരുണ്ട്. കർത്തൃത്വവും ഭോക്തൃത്വവും അതാ പറയുന്നത്. ഭോക്താവെന്ന് പറഞ്ഞാൽ ഉപഭോക്താവെന്നൊക്കെ നമ്മൾ പറയുന്നത് അത് പ്രയോജനപ്പെടുത്തുന്നവൻ. അവനത് പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടണം. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കുന്നവൻ അത് ശരിയായ രീതിയിൽ നിർമ്മിച്ചാലേ ആ ഉപഭോക്താവിനത് ശരിയായ രീതിയിൽ അത് പ്രയോജനം കിട്ടും. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഈ പഞ്ചമഹാഭൂതങ്ങളുടെയും ശക്തി സ്വാധീനമാക്കിയിരിക്കുന്ന ഈ കാലത്തിൻ്റെ സ്വരൂപനാണ് ഭഗവാൻ. കാലസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് കാലസ്വരൂപൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരേപോലെ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്ന്, അതാണ് ഭഗവാൻ. നിത്യം മുക്തനാണ് ഭഗവാൻ, സ്വതന്ത്രനുമാണ്. ആ ഭഗവാനാണ് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വതന്ത്രരല്ലേ ഒരു കണക്കിന്. അത് നമ്മൾ അറിഞ്ഞവർ സ്വതന്ത്രരാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് അറിഞ്ഞ ഒരാൾ സ്വതന്ത്രരാണ്. അദ്ദേഹത്തെ ആ വ്യക്തിയെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം കൊണ്ട് ഒരു പ്രത്യേകമായിട്ടൊരു സന്തോഷം, ഒരു കടമ്പ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്ന പരിഹാരം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാകും. അതും ഉണ്ടാകുന്നില്ല. നമുക്കൊരു വിഷമഘട്ടം എന്തെങ്കിലും തരണം ചെയ്യാൻ വേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് ഉത്കണ്ഠയോ ആങ്സൈറ്റിയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ആളിനുണ്ടാകുന്നില്ല. അങ്ങനെയുള്ളൊരു ആരാണ്? ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന സത്യചിത്ത ആനന്ദമായ എന്തോ ഒന്ന്. അതിനെ നമ്മൾ ഞാനെന്ന് വിളിക്കുന്നു, ബ്രഹ്മമെന്ന് വിളിക്കുന്നു, ചൈതന്യമെന്ന് വിളിക്കുന്നു, ഭഗവാൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ പലതും നമ്മൾ വിളിക്കുന്നു. അതാണ് സത്യത്തിലുള്ള ആ ഭഗവാൻ. അതിനൊരിക്കലും മാറ്റമില്ല. അതെപ്പോഴും അവിടെ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് ആരോപിക്കുന്നതാണ് നമ്മൾ ചെയ്തതാണ്, ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം എനിക്ക് വേണം, എനിക്ക് കിട്ടിയാൽ ഞാൻ സന്തോഷവാനാണ്, കിട്ടിയില്ലെങ്കിൽ ഞാൻ സന്തോഷവാനല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളോടുള്ള ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ഈ ശരീരത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ശരീരമല്ല ഞാൻ, മനസ്സുമല്ല, ഒന്നുമല്ല, അവസാനം ആത്മാവാണ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ സ്വരൂപം എന്താണ്? ആനന്ദമാണ്. ദൃഷ്ട്വാ മയാ ദിവിഭോഖിലധിഷ്ണ്യപാനാമായുശ്രിയോ
ശ്രീ ഷായാണ്. ശ്രിയോ വിഭവ ഇച്ഛതി യാഞ്ജനോയം യേസ്മത് പിതു അസ്മത് പിതു കുപിതഹാസ വിജൃംഭിത ഭ്രൂ വിസ്ഫൂർജിതേന ലുളിത സതുതേ നിരസ്തഃ അഖില ദൃഷ്ണ്യപാനാം എല്ലാ ദിക്പാലന്മാരുടെയും ആയുസ്സും ശ്രീകൾ അതായത് ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യങ്ങൾ, അതിൻ്റെ വിഭവ ഉത്പത്തി മയാ ദൃഷ്ട എന്നാൽ കാണപ്പെട്ടു. അസ്മത് പിതു ഞങ്ങളുടെ പിതാവിൻ്റെ കുപിതഹാസ വിജൃംഭിത ഭ്രൂവിസ്ഫുർജിതേന അതായത് കോപം കൊണ്ടുണ്ടായതായിട്ട് ആ കളിയാക്കലിൻ്റെ ആധിക്യത്തെ ആ പുരിയക്കൊടിയൊക്കെ വളഞ്ഞു നിൽക്കുന്ന അതുകൊണ്ട് ఖണ്ഡിക്കപ്പെട്ടു. സതു ആ പിതാവാകട്ടെ തേ നിരസ്ത അങ്ങയാൽ നിരസിക്കപ്പെട്ടു. തസ്മാദമോഹു തനുഭൃതാമാണേ. അതൊന്നിച്ച് പറയുമ്പോൾ പറയണം അവിടെ. തസ്മാദമോസ്തനുഭൃതാം. അഹമാശിഷു അഹം നാക്കുക, മായകൾ വെട്ടിയിട്ട് ആയാക്കിക്കും. അപ്പം നമുക്കൊന്ന് പിരിക്കാം അവിടെ. തസ്മാദമോസ്തനുഭൃതാം അഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമൈന്ദ്രിയമാ വിരിഞ്ച്യാത് നേച്ഛാമി തേ വിലുളിതാനുരു വിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം. ആ ബ്രഹ്മാവ് മുതൽ എല്ലാ ചക്രവർത്തി വരെയുള്ള എല്ലാ സകലരുടെ ആഗ്രഹങ്ങളെയും ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയായതുകൊണ്ട് അവയെല്ലാം തുച്ഛമായ ഒന്ന് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ആയുസ്സിനെയോ സമ്പത്തിനെയോ അവരുടെ ഏത് പദവിയിലായിരിക്കുന്നു എന്നുള്ളതോ അങ്ങനെ ഒന്നും ആശീർവാദങ്ങളെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവയെല്ലാം ആർക്കും തടുക്കാൻ കഴിയാത്ത വിക്രമത്തോടു കൂടിയ കാലസ്വരൂപനായ അങ്ങയാൽ നശിക്കപ്പെടുന്നവ തന്നെയാണ്. അതൊക്കെ വാങ്ങിച്ചാൽ അത് എന്തെങ്കിലും അങ്ങയാൽ ഇല്ലാതാക്കപ്പെടുന്നവയാണ്. അത് അങ്ങയാലെന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് ഇല്ലാതാക്കപ്പെടുന്നവയാണ്. അത് ഇല്ലാതാക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് നിന്തിരിപടിയുടെ ഭൃത്യപാർശ്വത്തെ ഒരു ഭൃത്യനായിട്ട്, ആ ഭൃത്യൻ്റെ ഒരു വശത്തിരിക്കുന്ന ഭൃത്യനായിട്ട് എന്നെ ആക്കി തീർക്കണമേ. അങ്ങയുടെ പാദസേവ ഒന്ന് മാത്രമേ അക്ഷയമായിട്ട് എന്ന് വെച്ചാൽ ഒരിക്കലും തീരാത്തതായിട്ടുള്ള ആനന്ദത്തെ നൽകുകയുള്ളൂ. സത്യമല്ലേ അത്? ബാക്കിയുള്ളതെല്ലാം നമ്മൾ നേടുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും. നേട്ടങ്ങൾക്കുള്ള ലിസ്റ്റ് ഇങ്ങനെ കിടക്കുക. അത് നമ്മളൊരു നേട്ടം ഭഗവാനോട് ഇരുന്ന് വാങ്ങിച്ചാൽ എന്താ കാര്യം? പിന്നീട് നമുക്ക് പിന്നീടും വാങ്ങിക്കാനുള്ള ഒരു പ്രേരണയാണ്. ഭഗവാനോട് കുറച്ച് പറഞ്ഞപ്പോൾ എനിക്കത് അത്രയൊക്കെ കിട്ടി, ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ അതുകൂടെ കിട്ടുമെന്നുള്ളൊരു അത്യാഗ്രഹമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാനോട് ഒന്നും ചോദിക്കാതിരിക്കുക. അതെന്താ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് കേട്ടോ. എന്ത് ഭഗവാനോട് അർത്ഥിക്കണ്ടേ? അപ്പോൾ അതിനില്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത്. ശരിയാണ്, പ്രാർത്ഥനയാണ് നമുക്ക് ദുഃഖത്തെയോ സങ്കടത്തെയോ മറികടക്കാനുള്ള ആത്മധൈര്യം തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ? അങ്ങയുടെ പൂർണ്ണമായ ദാസനാകുക. അപ്പം നമ്മുടെ ദുഃഖം മാറും, അത് തീർച്ചയാണ്. നമുക്ക് ഭഗവാന്റെ ഇച്ഛ നടക്കുന്നു എന്ന് ഓർക്കുക. ഭഗവാന്റെ ഇച്ഛ, ഭഗവാൻ എന്ത് തീരുമാനിച്ചോ അത് പലരെയും ബാധിക്കുന്നതായിരിക്കാം, ഒരു പക്ഷേ നമ്മളെ മാത്രമല്ല. അപ്പോൾ അവർക്ക് കിടക്കേണ്ട ശിക്ഷയായിരിക്കാം, നമുക്കൊരു രക്ഷയുമായിരിക്കാം. അങ്ങനെയും വരുന്നില്ലേ പല കാര്യങ്ങളും? നിങ്ങൾ കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയേ. ഭഗവാൻ എത്രയൊക്കെ കണക്ട് ചെയ്ത നമ്മുടെ കുടുംബ അംഗങ്ങളിൽ, നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചാൽ മതി. അപ്പോൾ തീരുമാനമാകും. അല്ല, നമ്മളല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്നോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നോ അല്ല അർത്ഥമാക്കുന്നതൊന്നുമല്ല. നമ്മൾ ചെയ്താൽ ഫലം കിട്ടും. അത് ഫലം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അത് നല്ല ഫലമാണ് കിട്ടുന്നതെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക. പിന്നെ കിട്ടുന്ന ഫലം നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ വിപരീതമാണെങ്കിലും അതും ആ മനോഭാവത്തോടെ, അതായത് ഭഗവാൻ ഇപ്പോൾ ഇതായിരുന്നു തോന്നിയത്, അതുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഭഗവാന് മാറ്റം വരുവാണെങ്കിൽ ഭഗവാന്റെ തന്നെ നമ്മുടെ നമ്മുടെ രീതിയിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് തരട്ടെ. നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് തരട്ടെ. അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലാതാകുമ്പോൾ ഭഗവാനെ പഴിക്കാൻ പോകരുത്. കാരണം അത് വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നല്ലതെന്തോ മനസ്സിൽ കരുതി വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ദുഃഖം തന്നതെന്ന് ഓർക്കുക.
അങ്ങനെ ഓർത്താൽ ഇത് ഈ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അനുഭവങ്ങളും ആണ് കേട്ടോ ഇതെല്ലാം പറയിക്കുന്നത് നമ്മളെ കൊണ്ട് ഓരോന്ന്. അപ്പോൾ അത് കൊണ്ട് ഭഗവാനോട് അർത്ഥിക്കേണ്ട ഒന്നും നമ്മൾ ഒന്നും ഇന്നതുപോലെ വേണമെന്ന് പറയണ്ട. കാരണം ഇന്നതുപോലെ വേണമെന്ന് നമ്മൾ പറയുന്ന പോലെ അല്ല. അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയോ അത് നടക്കും. അത് തീർച്ചയാണ്, അതുപോലെ നടക്കൂ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിനൊരു ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാലം കൊണ്ട് ദിവസങ്ങളോളം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും 12 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ അനുകൂലമായ ഇത് കിട്ടിയെന്ന്. എന്നാ ഇന്നത് വേണമെന്ന് പ്രാർത്ഥിച്ചല്ല, അത് ഭഗവാനോട് പാദസേവ ചെയ്യുന്ന, ഭഗവാനെ പുകഴ്ത്തിയുള്ള അത് ചൊല്ലുന്നതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്ന ഒന്നും അല്ല ഈ പറയുന്നത്. അർത്ഥന എന്ന് വെച്ചാൽ ആഗ്രഹം വാങ്ങിക്കുക, ഇരുന്ന് വാങ്ങിക്കുക. തരാവോ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതാണ്, അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് നമുക്ക് അർഹിക്കുന്നതാണ് ഭഗവാൻ തന്നിരിക്കുന്നതെന്ന് ഓർക്കുക. എനിക്ക് അർഹിക്കുന്നതാണ്. ചിലപ്പോൾ ദുഃഖമാണ്, നമുക്ക് ദുഃഖമായിട്ട് തോന്നുന്നതായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അത് ഭഗവാന്റെ കണ്ണിൽ അത് ശരിയാണ്, അതാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും കാരണം ഉണ്ടാകും അതിന് എന്ന് ഓർത്തോളുക. അല്ലെ അതിൻ്റെ പുറകെ നമുക്ക് എന്തെങ്കിലും തരാനായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോഴത്തെ സമാധാനത്തിന്. അല്ലെങ്കിൽ മുൻപ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും നമ്മുടെ കർമ്മത്തിൻ്റെ ലോ ഓഫ് കർമ്മ അത് അനുഭവിച്ചേ മതിയാകും. അപ്പോൾ എന്തെങ്കിലും ഞാനും ചെയ്തിട്ടുണ്ടാകും, അതായിരിക്കും എനിക്കും ഇങ്ങനെ കിട്ടിയത്. ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് എനിക്കും ഇപ്പോൾ ഇങ്ങനെ കിട്ടിയത്. എൻ്റെ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം. കുത്രാശിഷ ശ്രുതിസുഖാമൃഗതൃഷ്ണിരൂപാക്വേദം കളേവരമശേഷരുജാം വിരോഹഃ നിർവിദ്യത്തെ നതു ജനോ യതപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാപൈ. വായിക്കാൻ നിങ്ങൾ പഠിക്കാം. ഭഗവാനെ വർണ്ണിക്കുന്ന കേട്ടോ, ഭഗവാന്റെ ആ ശ്രേയസിനെ. കുത്രാശിഷ ശ്രുതിസുഖാ മൃഗതൃഷ്ണിരൂപ ക്വേദം കളേവരമശേഷരുജാം വിരോഹ നിർവിദ്യത്തെ നതു ജനോ യതപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാപൈ. ക്വാഹം രജപ്രഭവൈശ തമോധികേസ്മിൻ ജാതസുരേതരകുലേ ക്വ തവാനുകമ്പ. ക്വ കഴിഞ്ഞ് തവാനുകമ്പ എന്ന് വായിക്കണം. ക്വ നിർത്താം, അല്ലെങ്കിൽ തവാനു എന്ന് വായിക്കും നമ്മളെ. ക്വാഹം ക്വാഹം രജപ്രഭവ ഈശ തമോധികേസ്മിൻ ജാതസുരേതരകുലേ ക്വ തവാനുകമ്പ. ക്വാ കഴിഞ്ഞിട്ട് കോമായിട്ടുള്ളുക. അപ്പോൾ അങ്ങനെ വായിക്കും നമ്മൾ. ക്വാഹം രജപ്രഭവ ഈശ തമോധികേസ്മിൻ ജാതസുരേതരകുലേ ക്വ തവാനുകമ്പാം. ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈ രമായ യന്മേർപ്പിത ശിരസി പത്മകരപ്രസാദഃ. നൈഷാ പരാവരമതിർഭവതോ നനു സ്യാജ് ജന്തോർയഥാത്മസുഹൃദോ ജഗതസ്തഥാപി സംസേവയാ സുരതരോരിവ തേ പ്രസാദഃ. സേവാനുരൂപമുദയോ ന പരാവരത്വം. മൂന്നാമത്തെ ലൈൻ. സംസേവയാ സുരതരോരിവ തേ പ്രസാദഃ. സുരതരോരിവ തേ പ്രസാദഃ. സേവാനുരൂപമുദയോ ന പരാവരത്വം. ഏവം ജനം നിപതിതം പ്രഭവാഹി കൂപേ കാമാഭികാമമനുയ പ്രപതൻ പ്രസംഗാത് കൃത്വാത്മസാസുരർഷിണാ ഭഗവൻ ഗൃഹീതഃ. സോഹം കഥം नु വിസൃജേ തവ ഭൃത്യ സേവാം. ഏവം ജനം നിപതിതം പ്രഭവാഹികൂപേ എന്ന് വെച്ചാൽ ജനനമാകുന്ന സർപ്പത്തോടു കൂടിയ കൂപത്തിൽ, ആ കുഴിയിൽ. ഏവം ജനം നിപതിതം പ്രഭവാഹികൂപേ കാമാഭികാമമനുയ പ്രപതൻ പ്രസംഗാത് കൃത്വാത്മസാസുരർഷിണാ ഭഗവൻ ഗൃഹീതഃ. സോഹം കഥം नु വിസൃജേ തവ ഭൃത്യ സേവാം. മത്പ്രാണരക്ഷണമനന്തപിതുർവധശ്ച മന്യേ സ്വഭൃത്യ ഋഷിവാക്യമൃതം വിധാതും
ഖഡ്ഗം പ്രഗൃഹ്യ യഥവോചദാസദ്വിധിൽസു വിധിൽസുഹു നാക്കിക്കോ. അപ്പം പിന്നെ സ വെട്ടിക്കളയാം. ത്വാം ഈശ്വരോ എന്ന് പറഞ്ഞാൽ മതി. ത്വാം ഈശ്വരോ അവസാനത്തെ ലൈനത്തെ ആദ്യത്തെ സ വെട്ടിക്കളയുക. ത്വാമീശ്വരോ മതപരോ വതു കം ഹരാമി യഥവോചത ഖഡ്ഗം പ്രഗൃഹ്യ യഥവോചദസദ്വിധിൽസു വിധിൽസു അസത് യഥവോചദ അസത് വിധിൽസു യഥവോചത് അവോചത് ആ വാക്ക് കിട്ടിയല്ലോ. അവോചത് അസത് വിധിൽസു വാക്കുകൾ. ആ അവോചത് അസത് വിധിൽസു എന്നുള്ളതൊന്ന് പിരിച്ച് ആ മാർജിനിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. അവോചത് അസത് വിധിൽസു അവോചത് അസത് വിധിൽസു കിട്ടിയല്ലോ. ഈശ്വരോ മതപരോ അവതുകം ഹരാമി. അത് നിന്നെ രക്ഷിക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞു. ഏകസ്ത്വമേവ ജഗതേതമുഷ്യയത്വം ത്വം നാക്കുക. പിന്നെ മാവെട്ടി ആദ്യന്തയോ പൃഥക് അവസ്യസി മധ്യതശ്ച സൃഷ്ട്വാ ഗുണവ്യതികരം നിജമായ ഏതം നാനേവ തൈർ അവസിതസ്തത് അനുപ്രവിഷ്ടഃ. തൈർ അവസിതസ്തത് നാനേവ തൈർ അവസിതസ്തത് അവസിത സ്തത് കിട്ടിയോ? തൈർ അവസിത നാനാ ഇവയാണ് നാനേവയായത്. തൈഹി അവസിത തദനുപ്രവിഷ്ട. അതൊന്നിച്ച് പറഞ്ഞപ്പോഴാണ് നാനേവ തൈർ അവസിത തദനുപ്രവിഷ്ടയായത് എന്നുള്ളത് വായിക്കാം. ഏകസ്ത്വമേവ ജഗതേതമുഷ്യ യത് ത്വം ആദ്യന്തയോ പൃഥഗവസ്യസി മധ്യതശ്ച സൃഷ്ട്വാ ഗുണവ്യതികരം നിജമായ ഏതം നാനേവ തൈരവസിതസ്തദനുപ്രവിഷ്ടഃ. ത്വം വായിദം സദസദീശ ഭവാംസ്തതോന്യോ മായാ യദാത്മപരബുദ്ധിരിയം ഹ്യപാർത്ഥ യസ്യ ജന്മനിധനം സ്ഥിതിരീക്ഷണം ച തദ്വൈ തദേവ വസുകാലവദഷ്ടിതർവോഃ. എന്നോട് വായിക്കാമേ. വായിക്കാൻ പഠിച്ചാൽ മതി. ത്വം വായിദം സദസദീശ സദ് അസത് ഈശ ഭവാൻ തതോന്യോ മായാ യദാത്മപരബുദ്ധിർ ഇയം ഹ്യപാർത്ഥ യസ്യ ജന്മ നിധനം സ്ഥിതിരീക്ഷണം ച തദ്വൈ തദേവ വസുകാലവദ അഷ്ടിതർവോഃ. എല്ലാം കിട്ടിയല്ലോ വാക്കുകൾ. അഷ്ടിതർവോ വസുകാലവത് ആ വാക്കും കിട്ടിയല്ലോ അല്ലേ. തദ്വൈ തദേവ വസുകാലവത് അഷ്ടിതർവോ എന്നാണ് ആ വാക്ക്. വസുകാലവത് അഷ്ടിതർവോ. ന്യസ്യേദമാത്മനി ജഗത് വിലയാംബുമധ്യേ ശേഷേത്മന നിജസുഖാനുഭവോ നിരീഹഃ യോഗേന മീലിതദൃഗ് ആത്മനിപീത നിദ്ര തുര്യേ സ്ഥിതോ നതു തമോ ന ഗുണാംശയുക്ഷേ എന്നുള്ളത് നോക്കാമേ. ന്യസ്യേദം ആത്മനി ന്യസ്യ ഇദം ആത്മനി ന്യസ്യേദമാത്മനി ജഗത് വിലയാംബുമധ്യേ ശേഷേത്മന നിജസുഖാനുഭവോ നിരീഹഃ യോഗേന മീലിതദൃഗ്
ആത്മനിപീത നിദ്ര തുര്യേ, നിദ്രഹ എന്ന് വായിക്കുക, എന്നിട്ട് സ വെട്ടിയിട്ട് തുര്യേ സ്ഥിതോ നതു തമോ ന ഗുണാംശ്ച യുങ്ക്ഷേ. തസ്യൈവ ദേവപുരിതം നിജകാലശക്ത്യാ സഞ്ജോതിത പ്രകൃതിധർമ്മണാത്മഗൂഢം അംഭസ്യനന്തശയനാദ വിരമ സമാധേർ. അംഭസി അനന്തശയനാദ വിരമത് സമാധേർ നാഭേരബോധ സ്വകണികാവടവൻ മഹാബ്ജം. നഭോ മഹാബ്ജം അബോധ ഭവിച്ചു. സ്വകണികാവടവൻ നാഭേർ അബോധ സ്വകണികാവടവൻ മഹാബ്ജം. ഒന്നുകൂടെ വായിക്കാം. തസ്യൈവ ദേവപുരിതം നിജകാലശക്ത്യാ സഞ്ജോതിത പ്രകൃതിധർമ്മണാത്മഗൂഢം അംഭസ്യനന്തശയനാദ വിരമത് സമാധേർ നാഭേരബോധ സ്വകണികാവടവൻ മഹാബ്ജം. തത്സംഭവ കവിരതോന്യതപശ്യമാന ത്വാം ബീജമാത്മനി തതം സ്വബഹിർവിചിന്യ നാവിന്ദത അബ്ദശതമപ്സു നിമജ്ജമാനോ ജാതേങ്കുരേ കഥമു ഉപലഭേദ ബീജം എന്നാണ്. ഉപലഭേദ എന്നാണ് വാക്ക്. ഉപലഭേദ അത് എങ്ങനെയായി തീർന്നു? ഹേന്നായി തീർന്നു, ഹോന്നായി തീർന്നു. ഇപ്പം ഒന്നുകൂടെ വായിക്കാമേ. തത്സംഭവ കവിരതോന്യതപശ്യമാന ത്വാം. സ്വാം എന്നൊന്നിച്ച് വായിച്ചത്. തത്സംഭവ കവിരതോന്യതപശ്യമാനസ്ത്വാം ബീജമാത്മനി തതം സ്വബഹിർ വിചിന്യ നാവിന്ദത അബ്ദ ശതമപ്സു നിമജ്ജമാനോ ജാതേങ്കുരേ കഥമോ ഹോപലഭേദ ബീജം. ഉപലഭേദയാണ് ഹോപലഭേദ എന്നായത്. സത്വാത്മയോനിർ അതിവിസ്മിത ആസ്ഥിതോബ്ജം കാലേന തീവ്രതപസാ പരിശുദ്ധഭാവഃ ത്വാമാത്മനീശ ഭുവി ഗന്ധമിവാതിസൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിതതം ദദർശ. സത്വാത്മയോനിരതിവിസ്മിത ആസ്ഥിതോബ്ജം കാലേന തീവ്രതപസാ പരിശുദ്ധഭാവഃ ത്വാമാത്മനീശ ഭുവി ഗന്ധമിവാതിസൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിതതം ദദർശ. കിട്ടിയല്ലോ എല്ലാം. സത്വാത്മയോനിരതിവിസ്മിതാസ്ഥിതോബ്ജം കാലേന തീവ്രതപസാ പരിശുദ്ധഭാവഃ ത്വാമാത്മനീശ ഭുവി ഗന്ധമിവാതിസൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിതതം ദദർശ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.